2019 ഈ നോട്ട് നിരോധനവും GST ഒക്കെ മുഖ്യ വിഷയമായി വരുമെന്നും BJPക്ക് അത് വലിയ രീതിയിൽ ഭീഷണി ഉയർത്തുമെന്ന് വന്നപ്പോഴാണ് ആസൂത്രിതമായി, പിന്നീട് സത്യമാലിക്ക് വെളിപ്പെടുത്തിയിട്ടതുപോലെ ആസൂത്രിതമായി പുൽവാമ സൃഷ്ടിച്ചത്. നമ്മൾ ഇപ്പോഴും ഭയപ്പെടേണ്ടത് ഈ തെരഞ്ഞെടുപ്പ് ഇങ്ങനെ ഘട്ടം ഘട്ടമായി നീണ്ടുപോകുമ്പോൾ BJPക്കെതിരായിട്ടുള്ള വലിയ രീതിയിലുള്ള ഒരു അവബോധം സമ്മതിദാനാവകാശമായിട്ട് വരും എന്ന് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അവസാന ഘട്ട തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്ക് രാജ്യത്ത് എന്തും ചെയ്യാൻ മടിയില്ലാത്ത ആളുകളാണ് നരേന്ദ്രമോദിയും അമിത്ഷായും. അങ്ങനെയുള്ള ഒരു ഉപജാപക സംഘമാണത്. ജനാധിപത്യ രാഷ്ട്രീയത്തിൽ നമ്മൾ ചിന്തിക്കുന്നത് പോലെ സുതാര്യതയോ സത്യസന്ധമായ രീതിയിൽ ജനങ്ങളുടെ മുമ്പിൽ വിഷയം അവതരിപ്പിച്ച് സമ്മതിദാനാവകാശം ആവശ്യപ്പെടുകയോ ചെയ്യുന്ന ഒരു പാർട്ടിയല്ല BJP. ഇലക്ട്രൽ ബോണ്ടിന്റെ ബലത്തിലും അല്ലാതെയും ആയിരക്കണക്കിന് കോടികൾ അവർ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. ആ കോടികൾ ഉപയോഗിച്ചുള്ള, പക്ഷേ എന്താണ്, പാണ്ഡൻ നായരുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല എന്ന് പറഞ്ഞതുപോലെ ഇപ്പൊ എന്താണ്, നരേന്ദ്രമോദിയെ 10 വർഷക്കാലം കൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു. ഇപ്പോൾ ഈ ചർച്ച നമ്മൾ നടത്തുമ്പോൾ ഇന്റർനാഷണൽ തലത്തില് സാക്ഷി മാലിക്ക് ഫോർബ്സ് മാഗസിന്റെ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വനിതകളുടെ പട്ടികയിൽ വന്നിരിക്കുകയാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സാക്ഷി മാലിക്കിനോടൊക്കെ ഈ മോഡി സർക്കാർ ചെയ്തത് ബ്രിജ്ഭൂഷൺ ശരൺദാസ്, അദ്ദേഹം നമുക്ക് എല്ലാവർക്കും അറിയാം. ബ്രിജ്ഭൂഷൺ ശരൺദാസ് എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ ക്രിമിനലാണ്. അദ്ദേഹം 2092 ബാബരി മസ്ജിദിന് ശേഷം നമുക്ക് എല്ലാവർക്കും അറിയാം, ബോംബെയിലുണ്ടായ സ്ഫോടന പരമ്പരയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദാവൂദ് സംഘത്തിനെതിരായിട്ട് ഇന്ത്യയിലെ കുറ്റാന്വേഷണ വിഭാഗം വലിയ രീതിയിലുള്ള അന്വേഷണം നടത്തുമ്പോൾ ബോംബെ സ്ഫോടനത്തിന് ഉത്തരവാദികളായ ദാവൂദ് സംഘത്തിൽപ്പെട്ട ആളുകളെ ഈ ബ്രിജ്ഭൂഷൺ ശരൺദാസിന്റെ MP ഓഫീസിലാണ് ഒളിപ്പിച്ചത് എന്ന് പറഞ്ഞാൽ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെയുള്ള ക്രിമിനലുകളെ സഹായിക്കുന്ന, സംരക്ഷിക്കുന്ന ഇന്റർനാഷണൽ ക്രിമിനലിസം എന്ന് പറഞ്ഞാൽ അധോലോക ബന്ധമുള്ള ഒരാളാണ് അദ്ദേഹം. മോഡിയുടെ അമിത്ഷായുടെയും ഏറ്റവും പ്രിയപ്പെട്ട ആളാണ്. അദ്ദേഹമാണ് ഇന്ത്യയുടെ അഭിമാനത്തിന് വേണ്ടി ലോക വേദികളിൽ പോരാടി നിന്നിട്ടുള്ള ഈ കായിക താരങ്ങളെ അപമാനിച്ചത്, അവരോട് മോശമായി പെരുമാറിയത്. അപ്പൊ അത്തരം ആളുകളെയൊക്കെ സംരക്ഷിക്കുന്ന സ്ത്രീകളോട് എല്ലാ വിഷയങ്ങളും നമുക്കിപ്പോ ചർച്ച ചെയ്യാവുന്നതാണ്. കത്വയുണ്ട്, അതേപോലെ തന്നെ ഉന്നാവുണ്ട്, ഹത്രാസ് ഉണ്ട്. ഈ സംഭവങ്ങളെല്ലാം രാജ്യത്ത് എന്താണ്, സ്ത്രീകൾക്കെതിരായി നടന്ന നരവേട്ടകളുടെ അത് എന്താണ്, സവർണ ഠാക്കൂർ സേനകളാണ് പല സ്ഥലത്തും ഇന്ത്യയിലുള്ളത്. അവരെ സംരക്ഷിക്കാൻ വേണ്ടി BJP എടുത്ത നിലപാടുകൾ ഒരു നിയമവ്യവസ്ഥ നിലനിൽക്കുന്ന രാജ്യത്ത് പ്രാഥമികമായ നിയമപരമായി പാലിക്കേണ്ട ഒന്നും ഒരു പോസ്റ്റ്മോർട്ടം പോലും ചെയ്യാതെയാണ് ഹത്രാസിലെ മനീഷ് വാൽമീകിയെ കത്തിച്ചു കളഞ്ഞത്. ഇത്രയും ക്രൂരത ചെയ്യുക മോഡി ഭരണത്തെ ഇന്ത്യയിലെ ജനങ്ങൾ തിരിച്ചറിയുന്നു. ആ തിരിച്ചറിവിനെ രാഷ്ട്രീയമായി കേന്ദ്രീകരിപ്പിക്കാനും BJPക്കെതിരായിട്ടുള്ള വോട്ടാക്കി മാറ്റാനും ഇന്ത്യ കൂട്ടായ്മ പല സ്ഥലങ്ങളിലും ഇന്ന് വലിയ രീതിയിൽ മുൻകൈ എടുക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ് നമ്മളൊക്കെ വളരെ സമാശ്വാസകരമായിട്ട് കാണുന്നത്. ഒരു 400 സീറ്റിന് മുകളിൽ ഇതായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പേ ഉള്ള നരേന്ദ്രമോദിയുടെയും BJPയുടെയും മുദ്രാവാക്യം.